ഞങ്ങൾ ഊട്ടിയിലൂടെ യാത്ര തുടരുകയാണ്. ഊട്ടിയിൽ അടുത്തത് ലൊക്കേഷനായിട്ട് റോസ് ഗാർഡൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങോട്ട് ലൊക്കേഷനിൽ സെറ്റായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഉച്ചയായതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം റോസ് ഗാർഡനിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഊട്ടിയിൽ നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റാണ്. അതേപോലെ കാലാവസ്ഥയും അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അന്തരീക്ഷമൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. ഞങ്ങൾ ഹോട്ടലുകൾ ഓരോന്നായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരള ഫുഡ് കിട്ടുന്ന ലൊക്കാലിറ്റി എവിടെയാണെന്നുള്ളത്. ഞങ്ങൾ കുറേ ലൊക്കാലിറ്റി നോക്കി, എവിടെയും സെറ്റായിട്ടില്ല. അത് ഓപ്പൺ ആയിട്ടില്ല. കുറേ ലൊക്കാലിറ്റികളിൽ ഹോട്ടലിലൊക്കെ ക്ലോസ്ഡ് ആണ്. ലോക്ക്ഡൗൺ ആണല്ലോ, അതിന് ശേഷമുള്ള ടൈം ആയതുകൊണ്ട് ആയിരിക്കാം ആൾക്കാർ വരവ് കുറവുണ്ടായിരിക്കാം. ഞങ്ങൾ മഹാരാജ എന്ന ഹോട്ടൽ ലൊക്കാലിറ്റിയിലാണ് ഇപ്പോൾ പോയിട്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ മഹാരാജ എന്നൊരു ഹോട്ടൽ ഓപ്പണാന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെ എത്തിയിട്ടുള്ളതാണ് ഇവിടെ. ഒരു നല്ല ലൊക്കാലിറ്റിയിലാണ് കേട്ടോ ഇതുള്ളത്. നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല ചോറും മീൻ കറിയും ഒരു വെജിറ്റബിൾ കറിയുണ്ട്. ഇവരൊക്കെ ഭക്ഷണം കഴിച്ച് തുടങ്ങി. പപ്പടം എത്തി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ, നല്ല അടിപൊളി ഭക്ഷണം. കാരണം നമ്മൾ പുറത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നല്ല ഫുഡ്. ഏകദേശം ഒരു 450 രൂപ വന്നിട്ടുണ്ട് 3 പേർക്ക്. എന്തായാലും നമ്മൾ പുറത്ത് പോയപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ആകെ ഒരു പണി പാളും. ഇതിൻ്റെ ലൊക്കാലിറ്റി നല്ലൊരു ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ഊട്ടിയൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഭംഗിയിൽ കാണാൻ ഞങ്ങൾ കാറിൽ വന്ന സമയത്ത്. 2 കുതിരകളൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു ലൊക്കേഷനിലാണുള്ളത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇവിടുന്ന് സൂപ്പർ വ്യൂ ആണ്. ഇവിടുന്ന് ഊട്ടി നിന്നുള്ള താഴെ പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടുന്ന് വീടുകളും കാര്യങ്ങളൊക്കെ നല്ല ക്ലൈമറ്റും നല്ല അടിപൊളിയാണ് മൊത്തത്തിൽ. നോർമലി ഇവിടെ ആൾ വളരെ കുറവാണ്. കാലിയായിട്ടാണ് ഇരിക്കുന്നത്. 1-2 പേര് മാത്രമേ വാഹനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഇവിടെ ഭക്ഷണം കഴിക്കാൻ. സാഫറൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അവിടുന്ന്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ലൊക്കാലിറ്റി ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ സാഫറൊക്കെ ഇവർ നേരത്തെ സിമവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളായിരുന്നു എന്നാണ്. അത്രയും റഷായിരുന്നു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ. വാഹനങ്ങളും പുറത്ത് ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നതാണ് നേരത്തെ അവർ വന്ന സമയത്ത്. അത്രക്കും ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ വന്ന്. ഞാൻ കുറേ പ്രാവശ്യം ഊട്ടി വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഈ ഹോട്ടലിൽ വന്നിട്ടില്ല ഭക്ഷണം കഴിക്കാനൊന്നും. പക്ഷേ ഈ ഹോട്ടൽ തന്നെ ഒരു നല്ലൊരു ലൊക്കാലിറ്റിയും അതേപോലെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ.
അതിൻ്റെ ഒരു ബിൽഡിങ് സ്ട്രക്ചറും അടിപൊളിയായി, നല്ലൊരു കാഴ്ചയാണ്. അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഒരു ഭംഗിയും. അതേപോലെ ഈ ലൊക്കാലിറ്റിയിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ് ഇവിടെ എൻ്റെ മഹാരാജാസ് ഹോട്ടൽ. ഞങ്ങൾ വരുന്ന വഴിയിൽ വേറൊരു മഹാരാജ ലൊക്കാലിറ്റി കണ്ടിട്ടു. അവരാണ് അവിടെ നിന്ന് ചെന്നപ്പോൾ അവിടെ ഒരു മെസ്സ് മാതിരി എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് ഓപ്പൺ അല്ല. അപ്പോൾ അവരാണ് ഞങ്ങൾ റെഫർ ചെയ്ത് ഇവിടെ ഒരു ഇത് ഉള്ളതെന്നൊക്കെ. അപ്പോൾ സാഫറൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൊക്കേഷൻ കറക്റ്റ് അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഗൂഗിള് സെർച്ച് ചെയ്തു. പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലൊക്കാലിറ്റി കണ്ടത്. ഹോട്ടൽ മഹാരാജ റെസ്റ്റോറൻറ്റ്. പക്ഷേ നല്ല ഭംഗിയുണ്ട് ആ ബിൽഡിങ്. അതിൻ്റെ ഒരു എന്താ പറയുക, നല്ലൊരു ഭംഗിയുണ്ട്. പറഞ്ഞല്ലോ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്, കുറച്ച് പേരേ ഉള്ളൂ. അത് ലോക്ക്ഡൗണിന് ശേഷം ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കണല്ലേ ഉള്ളൂ. ഒരു കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ തുറന്നിട്ട്. അപ്പോൾ ഊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല കേരള ഫുഡും അവൈലബിൾ ആണ് കേട്ടോ. ആരും ഊട്ടി വരും ഭക്ഷണത്തിൻ്റെ പ്രശ്നം പേടിക്കണ്ട, അതേപോലെ റഷൊന്നുമില്ല. ഈ ഹോട്ടൽ ഓപ്പൺ ആണ്. ഒരു ആ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ നല്ല എന്താണ്, ഒരു ദേശ ലുക്കിലുള്ള ഒരു ബിൽഡിംഗ് ആണിത്. അതുകൊണ്ട് ഇവിടുന്ന് ആ ഒരു കാഴ്ചയും ആ ആകാശവും എല്ലാം കൂടിയിട്ട് ഒരു നല്ലൊരു സ്കൈ വ്യൂവിൽ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. അവിടുന്ന് സാഫറും അവരൊക്കെ ഫോട്ടോ സെഷനിലാണ്. നല്ലൊരു ലൊക്കാലിറ്റിയാണ്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ. അതിൻ്റെ ഫ്രണ്ടിലും ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു പോയിൻ്റാണ്. അതുകൊണ്ട് ആ പച്ചപ്പും അതിൻ്റെ കാഴ്ച കണ്ടില്ലേ ഞങ്ങൾ, എന്തൊരു ഭംഗിയാണ് ഉള്ളത്. സൂപ്പർ ലൊക്കാലിറ്റി. ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത റോസ് ഗാർഡൻ കാണാൻ പോയിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. സാഫറാണ് വണ്ടി ഓടിക്കുന്നത്. റോസ് ഗാർഡൻ ലൊക്കാലിറ്റി ഇങ്ങനെ എത്തി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോസ് ഗാർഡൻ നമ്മൾ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തിട്ടാണ്. GPS സെറ്റായിട്ട് അങ്ങനെ റോസ് ഗാർഡനിൽ എത്തിയിരിക്കുക കേട്ടോ. പാർക്കിംഗ് സ്ലോട്ടിൽ പോവുകയാണ് ഞങ്ങൾ. അങ്ങനെ ഗവൺമെൻറ് റോസ് ഗാർഡൻ, സാധനം റോസ് ഗാർഡൻ എത്തി കേട്ടോ. ഇങ്ങനെ റോസ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. റോസുകളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ. ഈ റോസ് ഗാർഡൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വേറെ പേര് നേരത്തെ അറിയപ്പെട്ടിരുന്നു കേട്ടോ. ജയലളിത റോസ് ഗാർഡൻ എന്നും അറിയപ്പെട്ടിരുന്നു. അതേപോലെ സെഞ്ച്വറി റോസ് പാർക്ക് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ അറിയപ്പെടുന്നത് ഗവൺമെൻറ് റോസ് ഗാർഡൻ എന്ന പേരിലാണ്. ഇവിടെ ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റ് എടുത്തു തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പേര് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പം തന്നെ പ്രിൻ്റ് എടുക്കുക കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു ശതാബ്ദി പുഷ്പ പ്രദർശനം നടത്തിയതിൻ്റെ സ്മരണക്കായിട്ടാണ് ഈ റോസ് ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത്. അത് ഏകദേശം 1995 മെയ് 20 ഈ റോസ് ഗാർഡൻ
ഉദ്ഘാടനം ചെയ്ത് ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടുത്തെ നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ. എന്തൊരു ഭംഗി അറിയാം, നല്ല ഇതുണ്ട് കാണാൻ. സ്കൈയും അതേപോലെ മൊത്തത്തിലൊരു നല്ലൊരു ഭംഗിയുള്ള ലൊക്കാലിറ്റിയാണ്. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ റോസ് ഗാർഡൻ സെറ്റാക്കിയിട്ടുള്ളത്. സ്റ്റെപ്പ് ആയിട്ടുള്ളത്. ഏകദേശം 10 ഏക്കർ സ്ഥലത്താണ് ഈ റോസ് ഗാർഡന് നിൽക്കുന്നത്. ഇത് തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് ഈ റോസ് ഗാർഡൻ വരുന്നത്. അവർക്കാണ് പരിപാലന ചുമതല മൊത്തമായിട്ടുള്ളത്. പലവിധത്തിലുള്ള റോസുകളുണ്ട് കേട്ടോ കാണാൻ ഭംഗിയുള്ള. പല വിധത്തിലുള്ള റോസുകളുണ്ട്. അവിടെ നിന്നുള്ള താഴേക്കുള്ളൊരു വ്യൂ ആണിത്. തുടക്കത്തിൽ ഇതിന് ഏകദേശം പൂന്തോട്ടത്തിൽ 17,256 റോസ് ചെടികളാണ് നട്ടിരുന്നത്. അത് ഏകദേശം ഒരു 1919 ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഏകദേശം റോസ് 20,000-ലധികം ഇനം റോസുകളുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ റോസാപ്പൂ ശേഖരം ഇവിടെയാണുള്ളത്. റോസുകളാണ് പലവിധ കളറിലും പല ഭംഗിയിലുള്ള റോസുകളാണുള്ളത്. അങ്ങനെ ഓരോ ലെയറായിട്ടാണുള്ളത്. താഴെ ഒരു സെക്ഷനായിട്ടാണുള്ളത്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വിജയനഗരത്തിലാണ് കേട്ടോ. ഊട്ടിയിൽ തന്നെ വിജയനഗരം എന്ന ലൊക്കേഷനിലാണത് ഈ റോസ് ഗാർഡൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ലൊക്കേഷൻ വരികയാണെങ്കിൽ ഗവൺമെൻറ് റോസ് ഗാർഡൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും. ഇവിടുന്ന് ആ ഊട്ടിൻ്റെ വ്യൂ അത് അതിഗംഭീരമാണ് കേട്ടോ. അതേപോലെ കാണാനുള്ള കാഴ്ച ഊട്ടിൻ്റെത് സൂപ്പറാണ്. വ്യൂ ആണ് ഇവിടുന്ന്. കുറച്ചൊക്കെ ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. കുറേ പേര് ഇങ്ങനെ അവിടെ ഉണ്ട്. അങ്ങനെ വലിയ റഷൊന്നുമില്ല. അവിടെ ഇവിടെ ആയിട്ട് കുറേശ്ശെ പേര് ആണുള്ളത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ ഇതിൻ്റെ ടൈമിങ് 7:30 AM രാവിലെ തൊട്ട് വൈകിട്ട് 6:30 വരെയാണുള്ളത്. PM വരെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിങ്. അങ്ങനെ എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ചൊരു ദിവസം ഇല്ല ഒന്നുമില്ല, എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. കാരണം ഊട്ടി കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ. റോസുകളുടെ ഇടയിലൂടെ പോവാണ്. അത് നേരിട്ട് തന്നെ വന്ന് കാണണം. അത്രയും ഭംഗിയുള്ള ഒരു ലൊക്കാലിറ്റിയാണ് റോസ് ഗാർഡൻ. ഞങ്ങൾ ഇവിടുന്ന് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ, അടുത്ത ലൊക്കാലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ഞങ്ങളെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.